അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തോട്ടാ. ഹായ്. നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടാവില്ലേ? അതുപോലെ എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു 21 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ചെറുപ്പം തുടങ്ങി, കുഞ്ഞി പ്രായം തുടങ്ങി, അതായത് നമ്മൾ ഈ കുഞ്ഞി ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന പ്രായം ഉണ്ടാവില്ലേ, ചെറിയ വാവുകളായിട്ട്, അപ്പം തുടങ്ങി എൻ്റെ കൂടെയുള്ള ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ട് എന്നതിലുപരി അവൾ എനിക്ക് എപ്പോഴും എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെ തന്നെയാണ്. അതായത് എന്താ പറയുക, ഇന്നത്തെ കാലത്തെ കുറച്ച് പാമ്പുകൾക്കിടയിൽ എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്താണ് അവൾ. ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും വളർന്നു. അതപ്പോൾ 21 വർഷം എത്തി നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം, അതിനപ്പുറത്തേക്ക് ഒരുപാട് എന്താ പറയുക, മിക്സഡ് ഇമോഷൻസാണ് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമായിട്ടാവും ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് എനിക്ക് അടി കിട്ടാത്തത്. അല്ലെങ്കിൽ എന്നെ എല്ലാത്തിനും യൂസ് ചെയ്ത് പോയിട്ട് കറിവേപ്പിലാക്കി പോവാത്ത ഒരേ ഒരു പേഴ്സൺ അവൾ മാത്രമാണ്. എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഒരാളെങ്കിലും. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരാൾ വേണം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ, ഒരാളെങ്കിലും വേണം. അതായത് ഞങ്ങളിപ്പോൾ എപ്പോഴെപ്പോഴും കോണ്ടാക്റ്റ് ഇല്ല, ഞങ്ങൾ എപ്പോഴെപ്പോഴും വിളിക്കില്ല, ഞങ്ങൾ എപ്പോഴെപ്പോഴും മെസ്സേജ് അയക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾക്കിടയിലുള്ള ആ ഒരു ട്രസ്റ്റോ ആ ഒരു സ്നേഹമോ ആ ഒരു വിശ്വാസമോ ഒരു തരി പോലും എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറയാണ്ട് തന്നെ അവൾക്ക് എൻ്റെ സങ്കടങ്ങളും എല്ലാം മനസ്സിലാവും. ഇപ്പം അവളുടെ ഫേസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മളുടെ. എന്താ പറയുക, എപ്പോഴും ആ ഒരു വ്യക്തി എൻ്റെ മരണം വരെ ആ ഒരു വ്യക്തി എൻ്റെ കൂടെ തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് എൻ്റെ ഒരു ജെമ്മാണത്. സീരിയസ്ലി എൻ്റെ ഒരു ജെമ്മാണത്. ഈ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഈ ഇപ്പോൾ മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ മിക്സഡ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടായി തമ്മിൽ തെറ്റിപ്പോയിട്ടേ ഉള്ളൂ. അല്ലാത്തവരുണ്ട് കേട്ടോ, ഞാൻ എല്ലാവരും അങ്ങനെ വന്നില്ല, അല്ലാത്തവരുണ്ട്, കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാത്തൊരു ഭൂരിപക്ഷം പേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും ചെറിയ ഈഗോൻ്റെ പുറമേയൊക്കെ പോകുന്നവരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒക്കെ ഇടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീറ്റായിട്ടുള്ള പ്യുവറായിട്ടുള്ള ജെമ്മാണ് ഈ വ്യക്തി. എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ സന്തോഷങ്ങളിലും എൻ്റെ ഒപ്പം നിന്ന് എന്നെ ചേർത്ത് പിടിച്ച് എല്ലായ്പ്പോഴും എനിക്ക് എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ എടി ഞാനിവിടെ ഇല്ലേ എന്നൊരു വാക്ക് പറയുന്ന ഒരാൾ. ഇപ്പം ഞങ്ങൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ്. സ്റ്റിൽ ഐ മിസ് ഹർ. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനൊന്നും ആരും വിട്ടുകളയണ്ട കേട്ടോ. കാരണം 1000-1 കിട്ടത്തുള്ളൂ ഇങ്ങനെ ഒരെണ്ണത്തിന്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ലോയലായിട്ട് ലവബിളായിട്ട് റെസ്പെക്റ്റ്ഫുള്ളി നിൽക്കുക. ഈസി അല്ല ഒരു കൂടപ്പറപ്പിനെ പോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടാൻ. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളൂ. എൻ്റെ ആ ഒരു ഫ്രണ്ടിനോട്
എനിക്കൊന്നേ പറയാനുള്ളൂ. ഇപ്പായാലും എപ്പായാലും എപ്പോഴായാലും ഇനി മുന്നോട്ടായാലും എൻ്റെ മരണം വരെ ആയാലും ശരി, ഐ എം ഓൾവേസ് വിത്ത് യു, എനി ടൈം എനിവെയർ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ മിസ് യു. ലവ് യു.